ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേരിടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രതിദിനം ഇപ്പോഴും 75-100 കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേരിടുത്ത് മുന്നേറുന്ന പുഷ്പ 2 ദി റൂൾ എന്ന അല്ലു അർജുൻ സിനിമ 800 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് ആണല്ലോ വെറും 4 ദിവസങ്ങൾ കൊണ്ട് നേരിടുത്തത്. ഇപ്പോഴത്തെ ആദ്യ വീക്കെൻഡിൽ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേരിടുത്ത 6 ഇന്ത്യൻ സിനിമകളുടെ പട്ടിക വന്നിരിക്കുകയാണ്. അത് പ്രകാരം പുഷ്പ 2വിന് മുന്നേ വരെ പ്രഭാസിന്റെ ബാഹുബലി 2 എന്ന സിനിമയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ബാഹുബലി 2വിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ്. അതും വലിയ മാർജിനിൽ പ്രഭാസ് സിനിമയെ പിന്തള്ളിയിരിക്കുന്നു. അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന ലിസ്റ്റ് നോക്കുമ്പോൾ വ്യക്തമാകുന്നു. ആദ്യ സ്ഥാനത്ത് 800 കോടി കളക്ഷനുമായിട്ട് പുഷ്പ 2 ദി റൂൾ ആണെങ്കിൽ 2ാം സ്ഥാനത്ത് 625 കോടി കളക്ഷനുമായിട്ട് പ്രഭാസിന്റെ ബാഹുബലി 2 ആണ്. 3ാം സ്ഥാനത്ത് വീണ്ടും ഒരു രാജമൗലി സിനിമ തന്നെയാണ്. അത് 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ RRR എന്ന സിനിമയാണ്. 565 കോടിയിൽ പരം വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് അന്ന് RRR എന്ന സിനിമ നേടിയെടുത്തത്. 4ാം സ്ഥാനത്ത് വീണ്ടും 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഇന്ത്യൻ സിനിമയാണ് യാഷിന്റെ KGF ചാപ്റ്റർ 2 എന്ന കന്നഡ സിനിമയാണത്. 557 കോടിയിൽ പരമായിരുന്നു സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വീക്കെൻഡിൽ നേടിയെടുത്തത്. അടുത്ത സ്ഥാനത്ത് 5ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഷാറുഖ് ഖാന്റെ അറ്റ്ലി ചിത്രം ജവാൻ എന്ന സിനിമയാണ്. 520 കോടിയിലധികം രൂപയായിരുന്നു സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. 6ാം സ്ഥാനത്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രഭാസിന്റെ കലിക്കയാണ്. 507 കോടിയിൽ പരമായിരുന്നു സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത്. അപ്പോൾ അല്ലു അർജുന്റെ പുഷ്പ 2 എന്ന സിനിമ ഏതെല്ലാം വമ്പൻ നടന്മാരുടെ സിനിമകളുടെ കളക്ഷനാണ് മറികടന്നത് എന്ന് ഈ ലിസ്റ്റിൽ നിന്ന് വ്യക്തമാണ്. കൂടുതൽ പരാതി തന്നെ അറിയാമല്ലോ. ഈ ലിസ്റ്റിലുള്ള മറ്റ് 5 സിനിമകളും 1000 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. പുഷ്പ 2 ഇന്നത്തോടെ ഒഫീഷ്യൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആ ലിസ്റ്റിലേക്ക് ഇടം നേടിയെടുക്കാനായിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ലിസ്റ്റിലെ മറ്റ് സിനിമകളെല്ലാം തന്നെ പുഷ്പ 2 ഫൈനൽ കളക്ഷനിൽ മറികടക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ത്? കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.